നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ. എന്താടാ? അമ്മേ, ആദ്യേട്ടന് ആ പെണ്ണുമായി എന്തോ ബന്ധമുണ്ട്. അത് ഉറപ്പായി കഴിഞ്ഞു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ ഒരുപാട് ന്യായീകരണങ്ങൾ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ആദ്യേട്ടന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. അമ്മേ, എനിക്ക് മനസ്സിലായി ആദ്യേട്ടൻ ആ പെണ്ണിന്റെ വലയിലായി കഴിഞ്ഞു. മോനെ, ഞാൻ പറഞ്ഞിരുന്നു, നമ്മള് ഊഹിക്കുന്നത് പോലെയല്ല പലപ്പോഴും കാര്യങ്ങൾ. അത് നീ മനസ്സിലാക്കണം. ആദ്യം അങ്ങനെ ബുദ്ധിമോശമൊന്നും കാണിക്കില്ല. പക്ഷെ അമ്മേ, ഏത് മനുഷ്യരായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സത്യത്തിൽ ഇങ്ങനൊരു വിഷയം സ്വന്തം അമ്മയോട് സംസാരിക്കാൻ പാടില്ലാത്ത. പക്ഷെ അമ്മേ, കാര്യങ്ങൾ അമ്മ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നാളെ ഒരു സമയത്ത് അമ്മയ്ക്ക് തോന്നരുതല്ലോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇടപെടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് എല്ലാം പറയുന്നത്. നീ എന്നോടെല്ലാം അറിയിക്കുന്നത് നല്ലത് തന്നെയാ. നല്ലതെന്നല്ല, എല്ലാം അറിയിക്കുക തന്നെ വേണം. പക്ഷേ ആദിയുടെ കാര്യത്തിൽ നിന്റെ ധാരണകളൊക്കെ തെറ്റാ. അയ്യോ അല്ല മേം, അല്ല. ഇന്ന് തന്നെ രാവിലെ ഞാൻ ആദ്യേട്ടനെ ഫോളോ ചെയ്തു. ഓഫീസിൽ പോകുന്ന ആള് വേറെ വഴിക്ക് തിരിഞ്ഞപ്പോഴേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അമ്മേ, അത് അവളുടെ വീട്ടിലേക്കുള്ള വഴിയാണെന്ന്. മിററിൽ കൂടി ഏട്ടൻ എന്നെ കണ്ടു. എന്നിട്ട് ആദ്യേട്ടനെ പിടിച്ചില്ല, ഞാൻ പുറകെ പോയത്. ഞങ്ങൾ തമ്മിൽ വഴക്കായി. എന്താടാ മോനെ, നീ എന്തിനാ ആദ്യം ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? അമ്മേ, ഇത് കേൾക്കുമ്പോഴെനിക്ക് ദേഷ്യം വരുന്നേ. ഈ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടണമെന്നാണോ അമ്മ പറയുന്നേ? എടാ, അവൻ മുതിർന്നു കഴിഞ്ഞു, ഭർത്താവാണ്, ഒരു കുഞ്ഞുണ്ട്. അപ്പോ അവന്റെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളും. അവൻ തെറ്റായ വഴിയിൽ പോകാതെ അമൃത നോക്കിക്കോളും. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ നിനക്കോ എനിക്കോ അവകാശമില്ല. അമ്മേ, അങ്ങനെ ഒരു വീട്ടിൽ എല്ലാവരും കൂടെ താമസിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് സ്വകാര്യ അവകാശം വേണ്ട. അമ്മേ, അമ്മ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ ഏട്ടന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയാണെന്ന്. അമ്മേ, ഞാൻ ഏട്ടനെ രക്ഷിക്കാനല്ലേ അമ്മേ നോക്കുന്നേ? അല്ല മോനെ, തിരിച്ചാ കാര്യങ്ങള്. ആദ്യം നിന്നെ രക്ഷിക്കാനാ നോക്കുന്നേ. അമ്മേ, ആലോചിച്ച് നിൽക്കാതെ അമ്മ കാര്യം എന്താന്ന് പറ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കാര്യത്തിൽ നീ ഇടപെടണ്ടെന്ന്. ആദ്യം എനിക്ക് വിശ്വാസം. ഓ, അത് ശരി. അപ്പോ അമ്മ ഇപ്പൊ ഏട്ടന്റെ ഭാഗത്താണല്ലേ? ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കാം. അമ്മയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാനൊരു മടിയുണ്ട്. എന്തൊക്കെയോ അമ്മ ഒളിക്കുന്ന പോലെ. ഞാനെന്തൊളിക്കാനാ? എനിക്ക് ഈ കുടുംബം സമാധാനത്തോടെ പോണം, അത്രേ ഉള്ളൂ. അമ്മമാരുടെ മാനസിക പ്രയാസങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല, മക്കൾക്കും മനസ്സിലാവില്ല. അമ്മേ, ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാകാതിരിക്കാനായിരിക്കും അമ്മ പലതും ഒളിക്കുന്നത്. പക്ഷേ ദേ, ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കാം. ഞാൻ ആ പെണ്ണിനെ കണ്ടുപിടിച്ച് ഇടപെടേണ്ട രീതിയിൽ തന്നെ ഇടപെടും. എന്താണ്? ഒന്നുമില്ല ചാ. എന്താ കാര്യം? അവനെന്താ ചൂടായതുപോലെ സംസാരിച്ച? ഏയ്, ഐശ്വര്യയുടെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. ഐശ്വര്യയുടെ എന്ത് കാര്യം? അല്ല, ഐശ്വര്യയുടെ ചില വാശികളൊക്കെ അറിയാലോ. ഫാമിലിയെ കാണാൻ ഉടനെ ദുബൈയിൽ പോണെന്ന് പറഞ്ഞെന്തോ ആണ് തർക്കം നടന്നത്. ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആനന്ദേട്ടൻ എന്നാ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പോഴേക്ക് ഫുഡ് എടുത്തു വെക്കാം. ശ്യാമ കാരണോ ഞാൻ ഈ നിലയിലെത്തിയ. എന്തായാലും അശ്വതിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകാൻ പറയണം. അവൾ ഈ നാട്ടിൽ തുടരുന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന് ആപത്താ.
ഇന്ന് റെക്കോർഡിംഗ്. അതിന്റെ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു ശ്യാമയ്ക്ക്. ഇന്നത്തെ പാട്ട് കൃഷ്ണ തുളസിയുടെ ആദ്യത്തെ ആൽബത്തേക്കാൾ ഹിറ്റാവും. ഗുഡ് മോർണിംഗ്. ഒരാള് ഗുഡ് മോർണിംഗ് പറഞ്ഞ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയണ്ടേ? ഗുഡ് മോർണിംഗ്. അത് ശരി, രാവിലെ തന്നെ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? എന്താടോ, താൻ എന്നെ പേടിപ്പിക്കാൻ നോക്കാണോ? എന്താടോ, സംസാരിക്കാൻ പറ്റുന്നില്ലേ? ശ്യാമേ, എന്താ എന്താ ശ്യാമേ? ഒന്നുമില്ല, പേടിക്കാതെ. തൊണ്ടയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും, തണുപ്പല്ലേ? തൊണ്ട അടഞ്ഞതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്യ്, ശബ്ദം വരും. ടെൻഷൻ ആവല്ലേ ശ്യാമേ? ഒന്ന് ശ്രമിച്ചാ മതി, ശബ്ദം വരും. ശ്യാമേ, ശ്രമിച്ച് നോക്ക്. ശ്യാമേ, പേടിക്കല്ലേ? ശ്യാമയ്ക്ക് സംസാരിക്കാൻ പറ്റും. കണ്ടില്ലേ തന്റെ കൃഷ്ണനെ? കൃഷ്ണ എന്ന് വിളിക്കേ. ഒന്നുകൂടെ ട്രൈ ചെയ്യ്, ഒന്നുകൂടെ ട്രൈ ചെയ്യ്. ട്രൈ ചെയ്യ്. ശ്രമിക്കും, ഒന്നുകൂടെ ശ്രമിക്ക്. അഖിൽ സാർ എന്ന് വിളിക്കേ. ശ്യാമ, ശ്യാമ, ശ്രമിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.